ദൈവമായ കർത്താവിൻ്റെ നിസ്തുല്യമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമ്മുടെ ബഹുമാനപ്പെട്ട ഓവർസിയർ പാസ്റ്റർ പി ജെ ജെയിംസ്, അസിസ്റ്റന്റ് ഓവർസിയർ പാസ്റ്റർ പി ജെ മാത്യൂസ്, വേദിയിലായിരിക്കുന്ന കർത്താവിന് ശ്രേഷ്ഠദാസന്മാർ, സഹോദരി സഹോദരന്മാർ, അതിഥികളായി വിദേശത്തു നിന്നും സ്വദേശത്തു നിന്നും വന്നിരിക്കുന്ന ദൈവദാസന്മാർ, കർത്താവിന് ശ്രേഷ്ഠദാസൻ പാസ്റ്റർ കെ സി ജോൺ അവർകൾ, എല്ലാവർക്കും യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രിയിൽ സ്നേഹവന്ദനം ഒന്നുകൂടെ അറിയിച്ചുകൊള്ളട്ടെ. ഇന്ന് രാത്രിയിൽ ഞാനിവിടെ നിൽക്കുവാൻ വാസ്തവത്തിൽ യോഗ്യൻ അല്ല. കുക്കി സായിപ്പ് വന്നത് ഉപകാരം. കുക്കി സായിപ്പ് ഈ ഭാരത നാട്ടിൽ വന്നതുകൊണ്ടാണ് ഇന്ന് രാത്രിയിൽ ഞാൻ ഇവിടെ നിൽക്കുന്നത്. കുക്കി സായിപ്പ് ഈ കേരള മണ്ണിൽ വന്നപ്പോൾ അദ്ദേഹത്തിന്റെ മകളായിരുന്ന ബ്ലോസം കുക്കിനെയും മകനായിരുന്ന ജോർജ് കുക്കിനെയും മലയാളം പഠിപ്പിച്ചത് എൻ്റെ വലിയപ്പച്ചനായിരുന്നു. കുക്ക് സായിപ്പിന്റെ മകൻ ജോർജ് കുക്ക് ഒരിക്കൽ എന്നോട് പറഞ്ഞു, ജോ കുര്യൻ, നിന്റെ വലിയപ്പച്ചൻ എന്നെ മലയാളം പഠിപ്പിച്ചെങ്കിലും നിന്റെ വലിയപ്പച്ചനെ ഞാനാണ് ഹിന്ദി പഠിപ്പിച്ചത് എന്ന് പറയുകയുണ്ടായി. പ്രൈസ് ദി ലോർഡ്. കർത്താവിന് മഹത്വം. എന്തായിരുന്നാലും 90ാമത് നടക്കുന്നതായ കേരള സംസ്ഥാന കൺവെൻഷൻ, ദൈവസഭയുടെ ഈ കുടുംബ കൺവെൻഷൻ ഒരു അനുഗ്രഹിക്കപ്പെട്ട ഒരു സമ്മേളനമായിരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയും UK-യിലുള്ള ദൈവസഭകളുടെ, പ്രത്യേകിച്ച് മലയാളി കൂട്ടായ്മകളുടെ സ്നേഹവന്ദനം നിങ്ങളെല്ലാം ഈ തരുണത്തിൽ അറിയിക്കുകയും ചെയ്യുന്നു. ഇന്ന് രാത്രിയിൽ എനിക്ക് ലഭിച്ചിരിക്കുന്നതായ ചുരുക്ക മിനിറ്റുകൾക്കുള്ളിൽ തന്നെ ദൈവം എൻ്റെ ഹൃദയത്തിൽ നൽകിയ ചില ആലോചനകൾ നിങ്ങളെ അറിയിച്ച് ഇരിപ്പാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഞാനൊരു വലിയ പ്രസംഗകനോ അപ്രകാരം പ്രസംഗപീഠം ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയോ അല്ല. ജെയിംസ് സാറിനോട് ഞാൻ എഴുതിയപ്പോൾ പറഞ്ഞു, എനിക്ക് ശുശ്രൂഷകന്മാരുടെ കൂടെ എവിടെയെങ്കിലും ഒരു സീറ്റ് മതി എന്ന് എഴുതിയിട്ടുണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞില്ല, ഇവിടെ വന്നിരിക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവിടെ വന്നിരുന്നത്. ദൈവസഭയിലെ ശുശ്രൂഷകന്മാരെ, സഹോദരി സഹോദരന്മാരെ, ഈ വർഷം നാം തിരഞ്ഞെടുത്തിരിക്കുന്നതായ ആ ചിന്താവിഷയം എന്നുള്ളത് പല പ്രാവശ്യം നമ്മൾ ഉരുവിടുകയും അനേക പ്രാവശ്യം നമ്മൾ ഈ വിഷയം സംബന്ധിച്ച് പ്രസംഗങ്ങൾ കേൾക്കുകയും ചെയ്തിട്ടുള്ളവരാണ്. നിന്റെ ജനം നിന്നിൽ ആനന്ദിക്കേണ്ടതിന് നീ ഞങ്ങളെ വീണ്ടും ജീവിപ്പിക്കുകയില്ലയോ? ദൈവസഭയ്ക്ക് 90 വർഷം, 90ാമത് വർഷമായി കേരളത്തിൽ ദൈവസഭയുടെ പ്രാരംഭ വർഷങ്ങൾ ചിന്തിക്കുമ്പോൾ ഇതുവരെ ആയിട്ടും ദൈവസഭ അതിന്റെ പൂർത്തീകരണത്തിലേക്ക്, അതിന് ജീവന്റെ സമർത്ഥിയിലേക്ക് എത്തിയില്ലയോ എന്ന് തോന്നത്തക്കവണ്ണം ആ വാക്യം നമ്മളെ ഇന്ന് രാത്രിയിൽ ചിന്തിപ്പിക്കുന്നതാണ്. ദീർഘവർഷങ്ങൾ കർത്താവിനെ സേവിച്ച ദൈവദാസിദാസന്മാരെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. എന്നാൽ ഇന്ന് രാത്രിയിൽ നമുക്ക് ചിന്തിക്കേണ്ടത്, ഈ തലമുറയിൽ ദൈവത്തിന്റെ സഭ ഒരു ജീവനുള്ള സഭയായി, ദൈവ ദൗത്യം വഹിക്കുന്ന ദൈവത്തിന്റെ ഒരു ജീവനുള്ള ഒരു സഭയായി തീരുവാൻ എപ്രകാരം നമ്മൾ ആയിരിക്കണം എന്നുള്ളതിനെ കുറിച്ച് ചില കാര്യങ്ങൾ വേഗം ഓർപ്പിച്ച് ഇരിപ്പാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എനിക്ക് ശേഷം കർത്താവിന്റെ ദാസന്മാർ, ശ്രേഷ്ഠദാസന്മാർ സംസാരിപ്പാനുണ്ടല്ലോ. ഒരു അപ്പസ്തോലിക അനുഭവം നമ്മൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഒരു അപ്പസ്തോലിക അനുകരണം നമുക്ക് ആവശ്യമുണ്ട്. ഒരു അപ്പസ്തോലിക നിയോഗം നമ്മൾ പ്രതീക്ഷിക്കുന്നുവെങ്കിൽ ഒരു അപ്പസ്തോലികമായിരിക്കുന്ന അഭിഷേകത്തിന്റെ ശക്തി ഞാനും നിങ്ങളും വീണ്ടും ഏറ്റെടുത്തെടുക്കാൻ ആവശ്യമുണ്ട്. ദൈവസഭയെ 90 വർഷം പാരമ്പര്യം പറഞ്ഞുകൊണ്ടിരുന്നിട്ട് യാതൊരു കഥയുമില്ല. പാരമ്പര്യം ആർക്കും പറയാം. ഇത്ര വർഷമായി ഞാനൊരു 3ാം പിറ പെന്തക്കോസ്തുകാരനാണ്, എനിക്കും പാരമ്പര്യം പറയാം. പക്ഷെങ്കിൽ പാരമ്പര്യം കൊണ്ട് യാതൊരു പ്രയോജനമില്ല. 21ാം നൂറ്റാണ്ടിൽ ദൈവസഭ അതിന്റെ ആദിമ ശക്തിയോടെയും വിശുദ്ധിയോടെയും അതിന് തീരുമാനത്തോടെയും പ്രതിഷ്ഠയോടെയും മുൻപോട്ട് പോകുന്നില്ലെങ്കിൽ നാം നമ്മുടെ സമയം വൃഥാ ചെലവാക്കുകയാണ്. ഈ തലമുറയിൽ പെന്തക്കോസ്തരായ നമുക്ക് ഒരു നിയോഗമുണ്ട്. ആ നിയോഗം ഏറ്റെടുത്തുകൊണ്ട് നമ്മുടെ ദേശത്ത് അങ്ങോളം ഇങ്ങോളം, തെക്കും കിഴക്കും പടിഞ്ഞാറും തെക്കും വടക്കുമായി ദേശത്തൊരു ആത്മീയ ഉണർവ്, നവചൈതന്യം, ഒരു പുതുജീവൻ ഉണ്ടാകത്തക്കവണ്ണം പ്രവർത്തിക്കുവാൻ
ദൈവം എന്നെ നിങ്ങളെ കുറിച്ച് ആഗ്രഹിക്കുന്നുണ്ട്. കുക്കി സാഹിബിൽ ഉണ്ടായിരുന്ന ആ നല്ല ആദർശങ്ങൾ, ആ തീരുമാനങ്ങൾ ഒക്കെയും നമുക്കും ഏറ്റെടുത്തുകൊണ്ട് അതിനപ്പുറമായ വേല ചെയ്യുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രാരംഭത്തിൽ ഓർപ്പിക്കുകയാണ്. ഇന്ന് രാത്രി നമ്മുടെ ചിന്തയ്ക്കായിട്ട് വേദഭാഗം നമുക്കെടുക്കാം. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 3-ാമത്തെ അധ്യായം. നമുക്കെല്ലാവർക്കും വളരെ പരിചയമുള്ളൊരു വേദഭാഗം തന്നെയാകുന്നുവല്ലോ. ഈ 3-ാമത്തെ അധ്യായത്തിൽ നാം കാണുന്നത് പത്രോസും യോഹന്നാനും പ്രാർത്ഥന സമയത്ത് അവർ ദൈവാലയത്തിലേക്ക് ചെല്ലുന്ന സമയത്ത് അമ്മയുടെ ഗർഭം മുതൽ മുടന്തനായ ഒരാളെ ചിലർ ചുമന്നുകൊണ്ടുവന്നു. അവനെ ദൈവാലയത്തിൽ ചെല്ലുന്നവരോട് ഭിക്ഷ യോദിപ്പാൻ സുന്ദരമെന്ന ദൈവാലയ ഗോപുരത്തെങ്കിൽ ദിനംപ്രതി ഇരുത്തുമാറുണ്ട്. 3-ാമത്തെ വാക്യം വായിക്കുന്നത്, അവൻ പത്രോസും യോഹന്നാനും ദൈവാലയത്തിൽ കടപ്പാൻ പോകുന്നത് കണ്ടിട്ട് ഭിക്ഷ ചോദിച്ചു. പത്രോസ് യോഹന്നാനോട് കൂടെ അവനെ ഉറ്റുനോക്കി, ഞങ്ങളെ നോക്കൂ എന്ന് പറഞ്ഞു. അവൻ വല്ലതും കിട്ടും എന്ന് കരുതി അവരെ സൂക്ഷിച്ചു നോക്കി. അപ്പോൾ പത്രോസ്, വെള്ളിയും പൊന്നും എനിക്കില്ല, എനിക്കുള്ളത് നിനക്ക് തരുന്നു. നസറനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നടക്ക എന്ന് പറഞ്ഞ് അവനെ വലങ്കൈക്ക് പിടിച്ചെഴുന്നേൽപ്പിച്ചു. ക്ഷണത്തിൽ അവന്റെ കാലും നരിയാണിയും ഉറച്ചു. അവൻ കുതിച്ചെഴുന്നേറ്റു നടന്നും തുള്ളിയും കൊണ്ട് ദൈവത്തെ പുകഴ്ത്തിയും കൊണ്ട് അവരോട് കൂടെ ദൈവാലയത്തിൽ കടന്നു. അവൻ നടക്കുന്നതും ദൈവത്തെ പുകഴ്ത്തുന്നതും ജനമൊക്കെയും കണ്ടു. ഇവൻ സുന്ദരമൻ ദൈവാലയ ഗോപുരത്തെങ്കിൽ ഭിക്ഷ യാചിച്ചുകൊണ്ട് ഇരുന്നവൻ എന്നറിഞ്ഞ് അവന് സംഭവിച്ചതിനെ കുറിച്ച് വിസ്മയവും പരിഭ്രമവും നിറഞ്ഞവരായി തീർന്നു. 11-ാമത്തെ വാക്യം കൂടെ വായിച്ച് അവസാനിപ്പിക്കട്ടെ. അവൻ പത്രോസിനോടും യോഹന്നാനോടും ചേർന്ന് നിൽക്കുമ്പോൾ ജനമെല്ലാം വിസ്മയം പൂണ്ടു ശലോമോന്റേത് എന്ന് പേരുള്ള മണ്ഡപത്തിൽ അവരുടെ അടുക്കൽ ഓടിക്കൂടി. ദൈവമായ കർത്താവിന്റെ രാത്രിയിൽ ഈ വചനങ്ങളെ നമുക്ക് ആശീർവദിച്ചു തരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. 21-ാം നൂറ്റാണ്ടിൽ ഉള്ളതായ ദൈവസഭയെ നാം ജീവനുള്ള ഒരു സഭയായി മുൻപോട്ട് പോകണമെങ്കിൽ നാം പാലിച്ചിരിക്കേണ്ട, പ്രമാണിച്ചിരിക്കേണ്ട, അനുകരിക്കേണ്ട ചില കാര്യങ്ങൾ ഈ വചനങ്ങളുടെ അടിസ്ഥാനത്തിൽ നിങ്ങളെ ഓർപ്പിച്ച് ഞാൻ ഇന്ന് രാത്രിയിൽ ഇരുന്നു കൊള്ളാം. ഒന്നാമതായി, ജീവൻ പ്രാപിക്കുന്ന സഭയ്ക്ക്, ജീവനുള്ള സഭയ്ക്ക്, ജീവനോട് ദൗത്യ നിർവഹണം ചെയ്യുന്ന ഒരു സഭയ്ക്ക് ആവശ്യമായിരിക്കുന്ന ഒരു ഘടകം എന്ന് പറയുന്നത് പ്രാർത്ഥനയാണ്. ആമേൻ, ദൈവത്തിന് സ്തോത്രം. ഇന്ന് പ്രാർത്ഥന എന്നുള്ളത് കേവലം ഒരു ചടങ്ങായി മാറിയിരിക്കുകയാണ്. നമ്മുടെ പ്രോഗ്രാമിൽ ഉപവാസ പ്രാർത്ഥന കാണും, അല്ലെങ്കിൽ ഓൾ നൈറ്റ് പ്രെയർ കാണും, വിവിധ രീതിയിലുള്ള പ്രാർത്ഥനകൾ കണ്ടേക്കാം. പക്ഷെങ്കിൽ ഹൃദയത്തിന്റെ ആഴത്തിൽ നിന്നും ദേശത്തിനു വേണ്ടിയും ജനത്തിന് വിടുതലിനു വേണ്ടിയും ദൈവത്തിന്റെ അഗ്നി ഇറങ്ങുവാൻ തക്കവണ്ണം പ്രാർത്ഥിക്കുന്ന, ആത്മാർത്ഥമായി കരയുന്ന ഒരു ചുരുക്കം കൂട്ടമേന്ന് അങ്ങിങ്ങായി കാണുവാൻ കഴിയുന്നുള്ളൂ. പത്രോസിനും യോഹന്നാനും വേണമെങ്കിൽ പറയുമായിരുന്നു, 10 ദിവസം നമ്മൾ മാളികമുറിയിൽ പ്രാർത്ഥിച്ചതല്ലേ, നമുക്കൊരു ബ്രേക്ക് വേണ്ടേ എന്ന് പറയാമായിരുന്നു. പെന്തക്കോസ്ത് നാള് വന്നു, ആത്മാഭിഷേകം പ്രാപിച്ചു, എല്ലാവരും അന്യഭാഷ സംസാരിച്ചു, 18ഓളം രാജ്യങ്ങളിൽ നിന്ന് വന്നവർക്ക് നമ്മൾ സുവിശേഷം പകർന്നു കൊടുത്തു. ഇതൊക്കെ പോരെ, നമുക്ക് പ്രാർത്ഥനയ്ക്ക് അല്പമൊന്നും ബ്രേക്ക് ഇട്ടാൽ എന്താ എന്നവർക്ക് പറയാമായിരുന്നു. ഹല്ലേലൂയ. ദിനം പ്രതി ദൈവം രക്ഷിക്കപ്പെടുന്നവരെ സഭയോട് ചേർത്തുകൊണ്ടിരിക്കുന്ന ഒരു ഡെയിലി അഡീഷൻ സഭയിൽ നടക്കുന്നുണ്ട്. പിന്നെ എന്തിനാണ് പ്രാർത്ഥിക്കുന്നതെന്ന് വേണമെങ്കിൽ അവർക്ക് ചോദിക്കാമായിരുന്നു. 3000 പേര് സ്നാനപ്പെട്ടു, അതുകൊണ്ട് നമുക്ക് പ്രാർത്ഥന അല്പം ഒന്ന് കുറയ്ക്കാം, നമുക്ക് ഇനിയും ഡിസൈപ്പിൾഷിപ്പ് പ്രോഗ്രാം നടത്താം, മെമ്പർഷിപ്പ് പ്രോഗ്രാം നടത്താം എന്ന് പറഞ്ഞ് അവർ പ്രാർത്ഥന മാറ്റിവെച്ചില്ല. ദൈവത്തിന് സ്തോത്രം. കർത്താവിന്റെ സഭയെ, ദൈവത്തിന്റെ മക്കളെ, പ്രോഗ്രാമുകളും പ്രോജക്റ്റുകളും നടക്കുമ്പോൾ തന്നെ പ്രാർത്ഥനയ്ക്ക് കുറവ് വരുത്തരുത് ദൈവസഭയെ. ഇന്ന് ദൈവത്തിന്റെ സഭയ്ക്ക് ജീവൻ ഉണ്ടാകണമെങ്കിൽ ഒന്നാമതായി നാം പാലിക്കേണ്ടതും അനുകരിക്കേണ്ടതും അത് അനുദിനം ഉണ്ടായിരിക്കേണ്ട കാര്യമാണ് പ്രാർത്ഥന എന്നുള്ളത്. ദൈവജനം കരഞ്ഞു പ്രാർത്ഥിക്കട്ടെ, കേരളത്തിന്റെ ഉണർവിനായിട്ട്, ഭാരതത്തിന് സുവിശേഷീകരണത്തിനായി നമുക്കൊന്ന് കരഞ്ഞു പ്രാർത്ഥിക്കാം. 2 ദിനവൃത്താന്തം 7-ാം അധ്യായത്തിന്റെ
14 വാക്യത്തിൽ വായിക്കുന്നത്, എന്റെ നാമം വിളിക്കപ്പെട്ടിരിക്കുന്ന എന്റെ ജനം തങ്ങളെ തന്നെ താഴ്ത്തി പ്രാർത്ഥിച്ച് എന്റെ മുഖം അന്വേഷിക്കുമെങ്കിൽ ഞാൻ സ്വർഗത്തിൽ നിന്ന് അവരുടെ പ്രാർത്ഥന കേട്ട് അവരുടെ പാപങ്ങളെ ക്ഷമിക്കുകയും അവരുടെ ദേശത്തിന് സൗഖ്യം വരുത്തുകയും ചെയ്യും. ദൈവത്തിന് സ്തോത്രം. ഇത് ദൈവത്തിന്റെ വചനമാണ് പ്രിയമുള്ളവരെ. ഒരു കണ്ടീഷൻ കർത്താവ് പറഞ്ഞിരിക്കുന്നു. നമ്മൾ കർത്താവിന്റെ വചനം അനുസരിച്ച് നമ്മളെ തന്നെ താഴ്ത്തി പ്രാർത്ഥിച്ച് ദൈവമുഖം അന്വേഷിക്കുമ്പോൾ സ്വർഗത്തിൽ നിന്ന് ജീവൻ അയക്കാമെന്ന്, അവിടുന്ന് സൗഖ്യം അയക്കാമെന്ന്, ദേശത്തിന്റെ നാശം മാറ്റിക്കളയാമെന്ന്, ഉന്മൂലനാശം ചെയ്യുന്നവനെ എന്നേക്കുമായി നീക്കിക്കളയാമെന്ന്, ശൂന്യത വരുത്തുന്നവനെ എന്നേക്കുമായി ഒതുക്കിക്കളയാമെന്ന് ദൈവത്തിന്റെ വചനം വാഗ്ദത്തം ചെയ്തിട്ടുണ്ട്. ദൈവസഭ ഈ ദിവസങ്ങളിൽ അത് ഏറ്റെടുക്കേണ്ടത് ആവശ്യമുണ്ട്. പ്രാർത്ഥനയിൽ നമുക്ക് മുന്നേറാം. പത്രോസേ, യോഹന്നാനെ, നിങ്ങൾ പ്രാർത്ഥനയ്ക്ക് പോയതിനാൽ ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ദൈവസഭ ഉണരുവാൻ, ദൈവസഭ ജീവൻ പ്രാപിക്കുവാൻ, പിന്നെയും ഉണർത്തപ്പെടുവാൻ നാം ചെയ്യേണ്ടത് പ്രാർത്ഥനയാണ്. അവരുടെ ഗുരുവിൽ നിന്നും പഠിച്ചതാണ് പ്രാർത്ഥന കേട്ടോ. രാവിലെയുള്ള പ്രാർത്ഥന, വൈകിട്ടുള്ള പ്രാർത്ഥന, അസമയത്തിലുള്ള പ്രാർത്ഥന, മരണ വീട്ടിലുള്ള പ്രാർത്ഥന, വിരുന്ന് വീട്ടിലുള്ള പ്രാർത്ഥന, എല്ലായിടത്തും പ്രാർത്ഥനയുണ്ട്. ദൈവജനം പ്രാർത്ഥിക്കട്ടെ. ദൈവത്തിന് സ്തോത്രം. ഇംഗ്ലീഷിൽ ഇപ്രകാരം ഒരു സ്റ്റേറ്റ്മെന്റ് ഞാൻ കേട്ടിട്ടുണ്ട്. The weakest saint on his knees makes the devil to tremble. ഒരു ദൈവത്തിന്റെ ദാസൻ അവൻ എത്ര ബലഹീനനാണെങ്കിൽ തന്നെയും അവൻ മുട്ടിന്മേൽ നിന്നുകൊണ്ട് അബ്ബാ പിതാവേ എന്ന് വിളിക്കുമ്പോൾ പിശാച് ഞെട്ടി വിറയ്ക്കുകയാണ്. ദൈവജനമേ, പിശാചിനെ വിറപ്പിക്കുന്ന, പിശാചിനെ ഓടിക്കുന്ന, അവന്റെ ശക്തികൾക്ക് അറുതി വരുത്തുന്ന ചില പ്രാർത്ഥനകൾ ദൈവസഭകളിൽ നടന്നിരുന്നുവെങ്കിൽ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. എത്ര പേര് പ്രാർത്ഥന ഏറ്റെടുക്കും? ചടങ്ങ് പ്രാർത്ഥനയല്ല ഞാൻ പറഞ്ഞിരിക്കുന്നത്. കണ്ണീരോടുള്ള പ്രാർത്ഥന, ഹൃദയഭാരത്തോടെയുള്ള പ്രാർത്ഥന, ആത്മഭാരത്തോടുള്ള പ്രാർത്ഥന, ദേശത്തിന്റെ വിടുതലിനായുള്ള പ്രാർത്ഥന, ദൈവസഭയുടെ ഉണർവനായുള്ള പ്രാർത്ഥന. നമ്മുടെ ദൈവസഭാ മന്ദിരങ്ങളൊക്കെ ജനങ്ങളെ കൊണ്ട് നിറയട്ടെ. ദൈവത്തിന് സ്തോത്രം. കഴിഞ്ഞ ഒരു ദിവസം ഞാൻ നമ്മുടെ ഒരു ലോക്കൽ സഭയിൽ ചെന്നപ്പോൾ പരിതാപത്തോടെ അവിടുത്തെ ദൈവദാസൻ പറഞ്ഞു, പാസ്റ്റർ നല്ല ഹാളുണ്ട്, വിശാലമായ ഹാളാണ്. ഞാൻ ആ ഹാളിൽ കയറി നടന്നു ദൈവത്തെ സ്തുതിച്ചു. നല്ല കാർപ്പറ്റ് ഉണ്ട്, നല്ല പെയിന്റ് ആണ്, എല്ലാം ഭംഗിയായിരിക്കുന്നു. ദൈവസഭ എന്ന് പേരുമുണ്ട്. പക്ഷെങ്കിൽ ഒരു കുഴപ്പമേ ഉള്ളൂ, അതിനകത്ത് ആളില്ല. പക്ഷേ 10-30 പേരെ വരാനുള്ളൂ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, എന്തുകൊണ്ട്? ദേശത്തെയും ആത്മാക്കളുണ്ട്. മഹാദൗത്യം കർത്താവ് നൽകിയിരിക്കുന്നത് ഭൂലോകമൊക്കെയും പോയി സകല സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുവാൻ വേണ്ടിയാണ്. പക്ഷെങ്കിൽ പ്രാർത്ഥനയിൽ അത് നമ്മൾ ആരംഭിക്കേണ്ടത് ആവശ്യമുണ്ട്. നമ്മുടെ ആലയങ്ങൾ പ്രാർത്ഥനാ ശബ്ദം കൊണ്ട് മുഖരിതമായി തീരട്ടെ. വേഗം കടന്നു പോകട്ടെ. രണ്ടാമതായി, ദൈവസഭയ്ക്ക് ഒരു ജീവൻ ഉണ്ടാകണമെങ്കിൽ, അത് ജീവനുള്ള ദൗത്യം പ്രഘോഷിക്കുന്ന ഒരു സഭയായി തീരണമെങ്കിൽ നാം അനുകരിക്കേണ്ട കാര്യം, ദൈവസഭ ലോകത്തിന്റെ കരച്ചിൽ ഒന്ന് കേൾക്കേണ്ടത് ആവശ്യമുണ്ട്. Our ears must be open to the cries of the world out there. പത്രോസും യോഹന്നാനും പ്രാർത്ഥനയ്ക്ക് നടന്നു പോവുകയാണ്. നമ്മൾ വല്ലതുമാണ് പറഞ്ഞേനെ, ഞാൻ പ്രാർത്ഥനയ്ക്ക് പോയി, എന്നോട് മിണ്ടരുത് കേട്ടോ എന്ന് പറഞ്ഞേനെ. ഞാൻ ആത്മീയനാണ്, ഞാൻ വിശുദ്ധനാണ്, ഉപവാസ പ്രാർത്ഥനയ്ക്ക് പോകുമ്പോൾ ഞാൻ ആരോട് സംസാരിക്കത്തില്ലെന്ന് വരെയും പറയുന്ന വ്യക്തികളെ നമ്മൾ കണ്ടേക്കാം. പക്ഷെങ്കിൽ പത്രോസിന്റെയും യോഹന്നാന്റെയും കാതുകൾ തുറന്നിരുന്നു. അവരാലയത്തിലേക്ക് കടക്കുന്ന സമയത്ത് ഇതാ ഒരുവൻ വെളിയിൽ കിടന്നുകൊണ്ട് ഭിക്ഷ ചോദിക്കുകയാണ്. യജമാനന്മാരെ, സാറന്മാരെ, എനിക്ക് വല്ലതും തരണമേ എന്ന് പറഞ്ഞ് അവൻ ഭിക്ഷ ചോദിക്കുകയാണ്. ഇന്ന് ദൈവസഭയുടെ കാതുകൾ ഇങ്ങനെയുള്ള കരച്ചിൽ കേൾക്കുവാൻ തുറന്നിരിക്കുമോ? നാം ജീവനില്ലാത്തവരായി തീരുവാൻ കാരണം നമ്മുടെ ചെവികൾ അടഞ്ഞിരിക്കുകയാണ്. നമ്മൾ കർത്താവിന്റെ ശബ്ദം കേൾക്കുവാൻ ചെവികൾ തുറക്കുമ്പോൾ തന്നെ നമ്മുടെ ചെവികൾ ലോകത്തിന്റെ കരച്ചിൽ കേൾക്കുവാൻ തുറന്നിരിക്കണം. നിങ്ങളുടെ അയൽപ്പക്കത്ത് ഹൃദയം നൊന്ത് നീറി പുകയുന്ന ചില ജീവിതങ്ങൾ വസിക്കുന്നുണ്ട്. പ്രിയ ദൈവജനമേ, നിങ്ങളുടെ സഭാഹോളിനകത്ത് തന്നെ മറ്റാരോടും പറയുവാൻ കഴിയാത്ത വിഷയങ്ങളുമായി നുറുങ്ങിക്കഴിഞ്ഞ ചില ജീവിതങ്ങൾ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പാപത്തിന്റെ കരച്ചിൽ നിങ്ങൾക്ക് കേൾക്കാം, രോഗത്തിന്റെ കരച്ചിൽ കേൾക്കാം,
കുറ്റബോധത്തിന്റെ കരച്ചിൽ കേൾക്കാം. ദൈവത്തിന് സ്തോത്രം. കരച്ചിലിന് യാതൊരു കുറവുമില്ല, പക്ഷെങ്കിൽ കേൾക്കാൻ ആരുമില്ലെന്നുള്ളതാണ് വിഷയം. നമ്മുടെ സഭയിൽ ഒരു മദ്യപാനി കയറി വന്നാൽ അവന്റെ കരച്ചിൽ കേൾക്കുവാൻ നമ്മൾ തയ്യാറാകുമോ? അവനെ വെളിയിലാക്കും നമ്മൾ. നമ്മുടെ സഭയിൽ നമ്മളെ പോലെ അല്ലാത്ത ഒരു വ്യക്തി കയറി വന്നാൽ അവനെ കൂടെ പിടിച്ചിരുത്തുമോ? ഒരിക്കലും നിങ്ങൾ ആരും ചെയ്യത്തില്ല, നമ്മൾ ആരും ചെയ്യത്തില്ല. നമ്മുടെ ചെവികൾ അവരുടെ കരച്ചിലിന് ഇടം കൊടുക്കുന്നില്ല. യേശുവിന്റെ നാമത്തിൽ ഞാൻ നിങ്ങളോട് പറയട്ടെ, ദൈവസഭ ദൗത്യ നിർവഹണത്തിൽ ജീവനുള്ള സഭയായി തീരണമെങ്കിൽ ലോകത്തിന്റെ കരച്ചിൽ കേൾക്കണം. ദൈവജനമേ, ദാരിദ്ര്യത്തിന്റെ കരച്ചിൽ ചില ഇടങ്ങളിലുണ്ട്. സമ്പൽ സമൃദ്ധി നമ്മൾ പലരും ഉണ്ടെങ്കിൽ തന്നെയും ഒരു നേരത്തെ ആഹാരത്തിന് വകയില്ലാത്ത ജനങ്ങൾ നമ്മുടെ ഭാരത മഹാരാജ്യത്തിലുണ്ട്. അവരുടെ കരച്ചിൽ നിങ്ങൾ കേൾക്കുമോ? യേശു പുരുഷാരത്തെ കണ്ടപ്പോൾ അവൻ മനസ്സലിഞ്ഞു എന്നാണ് നമ്മൾ വായിക്കുന്നത്. You must have a double hearing. We must hear from God, at the same time we must hear from the world as well. ലോകം കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പക്ഷെങ്കിൽ ദൈവസഭ ആ കരച്ചിൽ കേൾക്കുമോ? വരും ദിവസങ്ങളിൽ കരയുന്ന ജീവിതങ്ങളുടെ കരച്ചിൽ നിങ്ങൾ മറികടക്കരുത്. അവരെ കേട്ട് അവരെ ഉൾക്കൊള്ളിക്കണം, അവരെ നിങ്ങൾ ശ്രദ്ധിക്കണം. അവരുടെ കരച്ചിൽ കേട്ട് അവർക്ക് ചെയ്യാവുന്നതെല്ലാം ചെയ്യണം. ദൈവത്തിന് സ്തോത്രം. മൂന്നാമതായി ഞാൻ വേഗം മുമ്പോട്ട് കടന്നു പോകട്ടെ. ദൈവസഭാ ദൗത്യ നിർവഹണത്തിൽ ഒരു ജീവനുള്ള സഭയായി ജീവിപ്പിക്കപ്പെടുന്ന ഒരു സഭയെ മുമ്പോട്ട് പോകണമെങ്കിൽ പ്രാർത്ഥന മാത്രം പോരാ. നമുക്ക് മറ്റുള്ളവരുടെ കരച്ചിൽ കേട്ടാൽ മാത്രം പോരാ. നമ്മുടെ സഭയ്ക്ക് വെളിയിലുള്ളവരെ കൂടെ കാണുവാനുള്ള കണ്ണ് നമുക്കുണ്ടായിരിക്കണം. ദൈവത്തിന് സ്തോത്രം. പത്രോസ് യോഹന്നാനും പറയാമായിരുന്നു, ഞങ്ങളുടെ കണ്ണ് യെരുശലേമിലെ ദേവാലയത്തിലേക്കാണ്, ഞങ്ങൾ പ്രാർത്ഥനയ്ക്ക് പോവുകയാണ്, ഇപ്പോൾ ഞങ്ങൾക്ക് ആരെയും കാണുവാൻ ഞങ്ങൾക്ക് സാധ്യതയില്ല, ഞങ്ങൾ നോക്കത്തില്ല എന്ന് വേണമെങ്കിൽ അവർക്ക് പറയാമായിരുന്നു. എന്നാൽ അവർക്ക് യേശുവിന്റെ കണ്ണുകൾ ഉണ്ടായിരുന്നു. സ്തോത്രം. യേശു ഇങ്ങനെയുള്ളൊരു മുടന്തനെ കണ്ടാൽ അവരോട് മനസ്സലിയും. പത്രോസും യോഹന്നാനും ഈ ഭിക്ഷക്കാരനെ കണ്ടപ്പോൾ അവനോട് പറയുകയാണ്, ഞങ്ങളെ നോക്കൂ. അവനെ ഉറ്റുനോക്കിയ ശേഷമായിട്ട് അവന്റെ ശ്രദ്ധ അവരിലേക്ക് തിരിഞ്ഞു. പത്രോസും യോഹന്നാനും ദൈവസഭകളുടെ റെപ്രസെന്റേറ്റീവ്സ് ആണെന്ന് ഓർത്തുകൊള്ളുക. ദൈവത്തിന് സ്തോത്രം. ഞങ്ങളെ നോക്കൂ എന്ന് പറഞ്ഞു. ദൈവജനമേ, ഇന്ന് എത്ര പെന്തക്കോസ് സഭകൾക്ക്, എത്ര പെന്തക്കോസ് വിശ്വാസികൾക്ക് അഭിമാനത്തോടെ പറയുവാൻ കഴിയും, എന്നെ നോക്കൂ, ഞങ്ങളെ നോക്കൂ എന്ന്. മുമ്പൊരു കർത്താവിന്റെ ദാസൻ പറയുകയുണ്ടായി, ഈ കാലങ്ങളിൽ നമ്മൾ പ്രസംഗിപ്പിക്കുമ്പോൾ, പ്രസംഗകരെ സ്റ്റേജിൽ കൊണ്ടുവരുമ്പോൾ പ്രസംഗമൊക്കെ നടക്കട്ടെ, പക്ഷെങ്കിൽ കർട്ടനിട്ട് വേണം പലരെയും പ്രസംഗിപ്പിക്കുവാൻ. പ്രസംഗിക്കുന്ന ആളിന്റെ മുഖം കാണരുത്, ഇവൻ എങ്ങനെയുള്ളവനാണെന്ന് കാണരുത്. അങ്ങനെ ഒരു കുഴപ്പമേ ഉള്ളൂ. കർത്താവിന്റെ മക്കളെ, പ്രസംഗിക്കുന്നത് ജീവിക്കണം. ദൈവത്തിന് സ്തോത്രം. നാം എന്ത് പ്രസംഗിച്ചാലും അത് ജീവിച്ച് കാണിക്കണം. ഇല്ലെങ്കിൽ നമ്മൾ കുറ്റവാളികളായി തീരും. നമ്മളെ ദൈവം കുറ്റം വിധിക്കുന്നത് ഓർത്തുകൊള്ളണം. പത്രോസിനും യോഹന്നാനും അഭിമാനത്തോടെ, അധികാരത്തോടെ പറയുവാൻ കഴിഞ്ഞു, ഞങ്ങളെ നോക്കൂ എന്ന്. കേരളത്തിലെ പെന്തക്കോസ്ത് പ്രസ്ഥാനങ്ങളെ, ദൈവസഭയെ, കുക്ക് സാഹിബ് ആരംഭിച്ച ഈ പ്രസ്ഥാനമേ, ഇന്ന് കുക്ക് സാഹിബ് പറഞ്ഞതുപോലെ നിങ്ങൾക്ക് പറയുവാൻ കഴിയുമോ? എന്നെ നോക്കൂ, എനിക്ക് ചില കാര്യങ്ങൾ നിങ്ങളോട് പറയാനുണ്ടെന്ന് പറയുവാൻ കഴിയുമോ? അതോ നിങ്ങൾ പറയുമോ, എന്നെ നോക്കരുത്, ഞങ്ങളുടെ വലിയ ഭാഷ നോക്കിയാൽ മതി എന്നാരെങ്കിലും പറയുമോ? ഒരിക്കൽ ഒരു വ്യക്തി എന്നോട് പറഞ്ഞു, ജോ, എന്റെ മോന് സിഗരറ്റ് വലിക്കുന്നുണ്ട്, ഞാൻ പറഞ്ഞിട്ട് അവൻ സിഗരറ്റ് വലി നിർത്തുന്നില്ല എന്ന് പറയുകയുണ്ടായി. അദ്ദേഹം പറഞ്ഞു, നീ ഒന്ന് പറയാമെങ്കിൽ അവൻ സിഗരറ്റ് വലി നിർത്തും എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ വിചാരിച്ചു, സ്വന്തം അപ്പൻ പറഞ്ഞിട്ട് മാറ്റുന്നില്ലെങ്കിൽ പിന്നെ ഞാൻ പറഞ്ഞിട്ട് എന്ത് കാര്യം? കാര്യം തിരക്കി വന്നപ്പോൾ ഈ അപ്പനും പുക വലിക്കുന്നവനാണ്. അപ്പൻ ബീഡി സിഗരറ്റ് വായിൽ വെച്ചുകൊണ്ട് അവന്, എടാ നീ പുക വലിക്കരുത് എന്ന് പറയുമ്പോൾ പുക വെളിയിലോട്ട് വരികയാണ് ചെയ്യുന്നത്. പെന്തക്കോസ്തുകാരായ ദൈവമക്കളെ, വെള്ള ഷർട്ട് ഇട്ടുകൊണ്ടത് കാര്യമായില്ല കേട്ടോ. ഇതിനകത്ത് വെള്ളയുണ്ടായിരിക്കണം. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. വെള്ള ഷർട്ട് ഇട്ടത് കൊണ്ടോ ചില കാര്യങ്ങൾ ഉപേക്ഷിച്ചത് കൊണ്ടോ കാര്യമായില്ല. ഇതിനകത്ത് ഉരിഞ്ഞു കരയേണ്ട കാര്യങ്ങളുണ്ട്. ആഭരണം ഉരിഞ്ഞത് കൊണ്ട് മാത്രമായില്ല, ഇതിനകത്ത് ഉള്ള ചില പാപങ്ങൾ ഉരിഞ്ഞു കളയേണ്ടത് ആവശ്യമുണ്ട്. ദൈവജനമേ, ഞാൻ ആഭരണം ധരിക്കുന്ന വ്യക്തിയല്ല, ആരും തെറ്റിദ്ധരിക്കരുത്. ഞാൻ ധരിപ്പിക്കത്തുമില്ല, ഊരിപ്പിക്കത്തുമില്ല.
ഞാൻ പറയട്ടെ, ഞങ്ങളെ നോക്കൂ എന്ന് പറയാനുള്ള തന്റെ ഇടം ഇന്ന് എത്ര പെന്തക്കോസ്തുകാർക്കുണ്ട്? പ്രൈസ് ദി ലോർഡ്. ചതിവും വഞ്ചനയും കളവും പറഞ്ഞ് ജനത്തെ വഞ്ചിച്ച് നടക്കുന്ന അനേകര് ദൈവദാസന്മാർ, ദൈവദാസിമാർ, സുവിശേഷകന്മാർ എന്ന് പറഞ്ഞ് നടക്കുമ്പോൾ അതിന്റെ മധ്യത്തിൽ ദൈവസഭയ്ക്കൊരു അഭിമാനമുണ്ടാകണം. ഞങ്ങളെ നോക്കൂ എന്ന് പറയത്തക്കോടുമുള്ള ഒരു അഭിഷേകം, ഒരു അധികാരം നമ്മൾ ഏറ്റെടുത്തേണ്ട ആവശ്യമുണ്ട്. ദൗത്യ നിർവഹണത്തിന് ഒരു സാക്ഷ്യം ആവശ്യമുണ്ട്. ഇന്ന് സാക്ഷ്യം നഷ്ടപ്പെട്ട വ്യക്തികളെ കൊണ്ട് പെന്തക്കോസ്ത് ലോകം നിറഞ്ഞിരിക്കുകയാണ്. അയ്യോ, കുക്ക് സാഹിബ് ഉണ്ടായിരുന്നെങ്കിൽ അദ്ദേഹം ഇവിടെ കുത്തിയിരുന്ന് കരഞ്ഞുപോയനെ. അദ്ദേഹത്തെ പോലെ വിശുദ്ധനായൊരു മനുഷ്യനെന്നാണ് ഞാൻ എന്റെ മാതാപിതാക്കളിൽ നിന്നൊക്കെ കേട്ടിട്ടുള്ളത്. ശ്രേഷ്ഠനായ വ്യക്തി, വിശുദ്ധനായ വ്യക്തി, നിർമ്മലനായ വ്യക്തി. ചെല്ലുന്നിടത്തൊക്കെ ആളുകൾ പറയും ഒരു ദൂതൻ വന്നെന്നാ പറയുന്നത്. അദ്ദേഹത്തിന് പറയാമായിരുന്നു എന്നെ നോക്കൂ എന്ന്. നാം ആ ദൗത്യം ഏറ്റെടുക്കണം കേട്ടോ. പ്രൈസ് ദി ലോർഡ്. ഞങ്ങളെ നോക്കൂ. പ്രൈസ് ദി ലോർഡ്. എന്റെ വാക്കുകൾ വേഗം മുമ്പോട്ട് കൊണ്ടുപോട്ടെ. എൻ സമയത്തിനുള്ളിൽ നേടുന്നു കൊള്ളാം. പ്രാർത്ഥന നമുക്കുണ്ടായിരിക്കണം. മറ്റുള്ളവരുടെ കരച്ചിൽ നമ്മൾ കേൾക്കുന്നവരായിരിക്കണം. മറ്റുള്ളവരെ നമ്മൾ കാണുന്നവരായിരിക്കണം. നമ്മുടെ അടുത്ത സൺഡേ സ്കൂൾ ടീച്ചർ ആയിരിക്കാം ആ മുടന്തനായി കിടക്കുന്ന വ്യക്തി. നമ്മുടെ അടുത്ത ഗാന രചയിതാവായിരിക്കാം സഭയ്ക്ക് വെളിയിൽ കിടക്കുന്നത്. നമ്മുടെ അടുത്ത അസോസിയേറ്റ് പാസ്റ്റർ ആയിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ ഒരു കാലത്ത് ഓവർസിയർ ആകുവാൻ പോകുന്ന വ്യക്തി ആയിരിക്കാം ഈ ആലയത്തിന് വെളിയിൽ മുടന്തനായി കിടന്നുകൊണ്ട് ഭിക്ഷ യാചിക്കുന്നത്. എത്ര പേർക്ക് കരുണ തോന്നും അങ്ങനെയുള്ളൊരു നോക്കുവാൻ. ദൈവത്തിന് സ്തോത്രം. കുക്ക് സാഹിബിനെ കുറിച്ച് ഞാൻ കേട്ടിട്ടുള്ളതും വായിച്ചിട്ടുള്ളതും, അദ്ദേഹം പാവപ്പെട്ടവരെ കാണുമ്പോൾ, ദളിതനെ ആയിരുന്നാലും വലിയവനെ ആയിരുന്നാലും ചെറിയവനെ ആയിരുന്നാലും കാണുമ്പോൾ അദ്ദേഹം പലപ്പോഴും കരഞ്ഞിട്ടുണ്ട്. കരഞ്ഞുകൊണ്ട് ആ സങ്കടത്തോടെ, ആ മനസ്സലിവോടെ അവരെ എംബ്രേസ് ചെയ്തിട്ടുണ്ട്. നമുക്ക് നമ്മുടെ കണ്ണുകളെ സഭയുടെ 4 ഭിത്തികളിൽ നിന്നും വെളിയിലേക്കൊന്ന് ഉയർത്താം. സ്തോത്രം. അവിടെയാണ് ജനങ്ങൾ കിടക്കുന്നത്. അവിടെയാണ് സുവിശേഷം ആവശ്യമുള്ളത്. അവിടെയാണ് സാക്ഷ്യം ആവശ്യമുള്ളത്. അവിടെയാണ് അഭിഷേകം ആവശ്യമുള്ളത്. അവിടെയാണ് രക്ഷ ആവശ്യമുള്ളത്. ഭിത്തിക്കകത്ത് കിടന്നുള്ള പരിപാടി നിർത്തിയിട്ട് നമ്മുടെ കണ്ണുകൾ ഈ ഭിത്തിക്ക് വെളിയിലേക്കൊന്ന് കൊണ്ടുപോകണം. ദൈവത്തിന് സ്തോത്രം. അങ്ങനെയില്ലെങ്കിൽ ദൈവസഭ ദൗത്യം നിർവഹിക്കുന്നില്ല. 4-ാമതായി എന്റെ വാക്കുകൾ വേഗം മുമ്പോട്ട് കൊണ്ടുപോകട്ടെ. ദൈവസഭ പ്രാർത്ഥിക്കുന്ന സഭയായിരിക്കണം. ലോകത്തിന്റെ കരച്ചിൽ കേൾക്കുന്ന ഒരു സഭയായിരിക്കണം. ലോകത്തിന്റെ ജനത്തെ കാണുന്ന, അവരിലുള്ളതായ പൊട്ടൻഷ്യൽ കണ്ടിട്ട് അവരെ നേടുന്ന ഒരു സഭയായിരിക്കണം. 4-ാമതായി ദൈവസഭ അവർക്കുള്ളതായ റീസോഴ്സസ് എല്ലാം ഉപയോഗിക്കുന്ന ഒരു സഭയായിരിക്കണം. നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. അത് നമുക്കായിട്ട് മാത്രമല്ല, അത് ലോകത്തിന്, ദേശത്തിന്, ജനത്തിന് വിളമ്പിക്കൊടുക്കുവാനുള്ളതാണ്. പത്രോസും യോഹന്നാനും പറഞ്ഞു, വെള്ളിയും പൊന്നും ഞങ്ങൾക്കില്ല, പക്ഷെ ഞങ്ങളുടെ കയ്യിൽ വേറെ ചില കാര്യമുണ്ട്, നിനക്കില്ല അത് കേട്ടോ. ഇവർ ഉറ്റു നോക്കിയപ്പോൾ ഈ മനുഷ്യനെയാ നോക്കിയത് കേട്ടോ. ഇന്നത്തെ സുവിശേഷകരോ പാസ്റ്റർമാരോ ഒക്കെ ആയിരുന്നെങ്കിൽ അവൻ ആദ്യം അവന്റെ പിച്ചപാത്രത്തിൽ നോക്കും, നീ എത്ര കളക്ട് ചെയ്തിടാൻ നോക്കും അല്ലേ. അതിന്റെ ഒരു ഭാഗം താ, എന്നാ ഞാൻ നിന്നോട് സംസാരിക്കാമെന്ന് പറഞ്ഞേനെ. ദൈവത്തിന്റെ മക്കളെ, നമുക്ക് ജനത്തെ ഉറ്റുനോക്കാം. ഹല്ലേലൂയ. ഇവർക്കില്ല, ഈ ഭിക്ഷയായിരിക്കുന്നതിന് ഇല്ലാതിരുന്ന ചില കാര്യങ്ങൾ, അവൻ ആവശ്യമുള്ള കാര്യങ്ങൾ പത്രോസിന്റെ യോഹന്നാനും കയ്യിൽ ദൈവം ഇൻവെസ്റ്റ് ചെയ്തിരുന്നു. പ്രൈസ് ദി ലോർഡ്. വെള്ളിയും പൊന്നും എനിക്കില്ല, എനിക്കുള്ളത് നിനക്ക് തരുന്നു, ഞങ്ങൾക്കുള്ളത് നിനക്ക് തരുന്നു എന്ന് പറഞ്ഞിട്ട് അവരിപ്രകാരം പറഞ്ഞു, നസ്രയനായ യേശുവിന്റെ നാമത്തിൽ നടക്ക എന്ന് പറഞ്ഞ് അവന്റെ കൈ പിടിച്ച് എഴുന്നേൽപ്പിച്ചു എന്ന് നമ്മൾ വായിക്കുന്നു. ആമേൻ. അത്രയും പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഈ മനുഷ്യന്റെ നരിയാണികളൊക്കെ അങ്ങോട്ട് ബലപ്പെട്ടിട്ട് അവൻ ചാടി എഴുന്നേറ്റു. പിന്നെ നമ്മൾ വായിക്കുന്ന, അവൻ തുള്ളിയും ചാടിയും അവൻ ദൈവത്തെ മഹത്വപ്പെടുത്തി. താനീ പെന്തക്കോസ്തുകാരനായിരുന്നു അവൻ കേട്ടോ. ഇവന്റെ ഈ ഭിക്ഷയാചിക്കുന്നതിന്റെ കരച്ചിൽ കേട്ടില്ലായിരുന്നെങ്കിൽ, അവനെ നമ്മൾ ദൈവസഭ കണ്ടില്ലായിരുന്നെങ്കിൽ, അവന് ഇപ്രകാരം തുള്ളിച്ചാടി പെന്തക്കോസ്തുകാരെ പോലെ ആരാധിക്കുവാൻ കഴിയുമായിരുന്നോ? ഒരിക്കലുമില്ല. സഭയെ ദൗത്യം ഏറ്റെടുക്കണം. ഭിത്തിക്കകത്തുള്ളതായ ശുശ്രൂഷ അവസാനിപ്പിക്കണം എന്നല്ല ഞാൻ പറഞ്ഞത്. അത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ വെളിയിലേക്കൂടെ നമ്മൾ നോക്കണം. നമ്മിൽ ഏൽപ്പിച്ചിരിക്കുന്നതായ താലന്തുകൾ, നിക്ഷേപിച്ചിരിക്കുന്ന എല്ലാ താലന്തുകളും ഉപയോഗിക്കുവാൻ ദൈവസഭ സന്നദ്ധമാകണം.
ദൈവത്തിന് സ്തോത്രം. ഞങ്ങൾക്കൊന്നുമില്ല, പണമില്ല, ഞങ്ങൾക്ക് അതില്ല ഇതില്ല എന്നൊക്കെയും പറയാം. പക്ഷെങ്കിൽ ഞങ്ങളുടെ കയ്യിലൊന്നുണ്ട്, യേശുവിന്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്ക എന്ന് പറയുവാനുള്ള അധികാരം ഇവിടെ ഇരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും ഉണ്ട് കേട്ടോ. അങ്ങനെ അധികാരം ഉണ്ടെന്ന് വിശ്വസിക്കുന്ന വചനം പറയുന്നുണ്ട് കേട്ടോ. വിശ്വസിക്കുന്ന ദൈവമക്കള് കരങ്ങളെ ഒന്ന് ഉയർത്തി ഒരു നല്ലൊരു ഹല്ലേലൂയ പറഞ്ഞാട്ട്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ശക്തി, ജീവൻ നമുക്ക് നൽകിയിട്ടുണ്ട്. പക്ഷെങ്കിൽ അതിനെ ഒന്ന് വികസിപ്പിക്കേണ്ടതും എക്സസൈസ് ചെയ്യേണ്ടത് ആവശ്യം എനിക്കും നിങ്ങൾക്കും ഉള്ളതാണ്. പ്രൈസ് ദി ലോർഡ്. റീസോഴ്സസ് ഉപയോഗിക്കുന്ന ദൈവസഭ. ഇന്ന് പെന്തക്കോസ്ത് സഭകള് അങ്ങിങ്ങായിട്ട് ധാരാളം പണം വെറുതെ ചെലവാക്കുന്നുണ്ട്. അതേക്കുറിച്ചല്ലേ പറയുന്നത്. നമുക്ക് ആത്മീയമായ നൽവരങ്ങൾ നൽകിയിട്ടുണ്ട്. ഈ വരങ്ങളൊക്കെ മറ്റുള്ളവരെ കാണിക്കുവാൻ വേണ്ടിയാണോ അതോ മറ്റുള്ള ജനത്തിന്റെ രക്ഷയ്ക്കായി നമ്മൾ ഉപയോഗിക്കുന്നു എന്ന് ചിന്തിക്കണം. ഞാൻ ഭൂതശാന്തിക്കാരനോ രോഗശാന്തിക്കാരനോ അല്ല. ഒരു സിമ്പിൾ ആയിട്ടുള്ള സുവിശേഷ പ്രസംഗകൻ എന്ന് മാത്രമേ ഉള്ളൂ. പെന്തക്കോസ് അനുഭവം, പെന്തക്കോസ് സത്യങ്ങൾ വിശ്വസിക്കുന്ന ഒരു 3-ാം തലമുറ പെന്തക്കോസുകാരൻ. ഞാനൊരു 3-4 ആഴ്ചയ്ക്ക് മുൻപ് ഇംഗ്ലണ്ടിലുള്ള ഒരു സ്ഥലത്ത് ഒരു സിഖുകാരുടെ ഭവനത്തിൽ ഞാൻ കയറി ചെന്നു. അവിടെ ഒരു 30 വയസ്സുള്ള ചെറുപ്പക്കാരനായ മനുഷ്യൻ ഭൂതം ബാധിച്ച് ഇരിക്കുന്നു. പാസ്റ്റർ വന്നൊന്ന് പ്രാർത്ഥിക്കുമോ എന്ന് ചോദിച്ചു. ഉള്ളിൽ അല്പം ഭീതി ഉണ്ടായി, കാരണം എനിക്ക് ഭൂതശാന്തി ഇല്ല. എങ്കിലും ദൈവത്തിന്റെ വചനം ഞാൻ വിശ്വസിച്ച് അത് ഏറ്റെടുത്തുകൊണ്ട് ധൈര്യമായി ആ വീട്ടിലേക്ക് ഞാൻ കടന്നു ചെന്നു. അവിടെ ചെന്നപ്പോൾ ഈ മകൻ മാത്രമല്ല, അവിടുത്തെ മകളും ഭൂതം ബാധിച്ചിരിക്കുകയാണ്. അവര് പറഞ്ഞു, ഞങ്ങള് സിഖ് പണ്ഡിതരെ കണ്ടു, മുസ്ലിം ആൾക്കാരെ കണ്ടു, ഹിന്ദു പണ്ഡിതന്മാരെ കണ്ടു, എല്ലാവർക്കും ഇഷ്ടം പോലെ പൈസ കൊടുത്തു, എന്നിട്ടും ഞങ്ങളുടെ ഈ മക്കൾക്ക് ഒരു വ്യത്യാസവും വരുന്നില്ല. പാസ്റ്ററുടെ ചാർജ് എത്ര ആണെന്നാണ് ആദ്യം ചോദിച്ചത്. ഞാൻ പറഞ്ഞു, ചാർജ് ഒന്നുമില്ല, ഞങ്ങൾ യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കും, ദൈവം ഞങ്ങൾ ചില കാര്യങ്ങൾ ഏൽപ്പിച്ചിട്ടുണ്ട്, ദൈവം എന്തെങ്കിലും ചെയ്തെങ്കിൽ ചെയ്യും, ഇല്ലെങ്കിൽ എനിക്കൊരു ശക്തിയുമില്ല എന്ന് പറഞ്ഞു. കർത്താവിന്റെ മക്കളെ ചുരുക്കി പറയട്ടെ, അവിടെ സിമ്പിളായിട്ട് സുവിശേഷം ആ ഫാമിലിയോട് ഞാൻ പറഞ്ഞു. സിഖുകാരാണ്, മതത്തിന്റെ ആഴമായ കാര്യങ്ങൾ ഗ്രഹിച്ച് അതിൽ വസിക്കുന്നവർ തന്നെയാണ്. അവന്റെ മേൽ എണ്ണ പൂശിയിട്ട് അവനെ പാപികളുടെ പ്രാർത്ഥന ഏറ്റു ചൊല്ലിപ്പിച്ച ശേഷമായി ഞാൻ സിമ്പിളായിട്ട് അവൻ ദേഹത്ത് കൈവച്ചിട്ട് പറഞ്ഞു, യേശുവിന്റെ നാമത്തിൽ ഈ ചെറുപ്പക്കാരനെ വിടുവിക്കണമേ കർത്താവേ, യേശുവിന്റെ നാമത്തിൽ വിടുവിക്കണമെന്ന് പറഞ്ഞപ്പോൾ ഇവന്റെ സ്വരൂപം അങ്ങ് മാറി. ഇവൻ ആകപ്പാടെ വിരൂപനായിട്ട് അവന്റെ കണ്ണുകൾ മിഴിച്ചിട്ട് അവൻ എന്നോട് തെറിവാക്കുകൾ ധാരാളം പറഞ്ഞിട്ട് അവൻ ശബ്ദമുയർത്തി പറയുകയാണ്, ഇവനെ ഞാൻ വിടുകയില്ല, ഇവൻ എന്റേതാണെന്ന് പറയുകയുണ്ടായി. അപ്പോൾ എനിക്ക് അല്പം കൂടെ ശക്തി കർത്താവ് നൽകി. സ്തോത്രം. വിടത്തില്ലെന്ന് പറഞ്ഞാൽ ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട് വിട്ടേ മതിയാകൂ. ദൈവത്തിന് സ്തോത്രം. ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട് ബദ്ധന്മാരെ വിടുവിപ്പാൻ, കുരുടന്മാർക്ക് കാഴ്ച കൊടുപ്പാൻ എന്റെ ആത്മാവ് ഇതാ എന്നെ അയച്ചിരിക്കുന്നു എന്നുള്ള വചനം ഓർമ്മ വന്നു. യേശുവിന്റെ നാമത്തിൽ ആ ബാല്യക്കാരനോട് പറഞ്ഞു, ഇവരെ വിട്ടേ മതിയാകൂ. യേശുവിന്റെ നാമത്തിൽ ഇവരുടെ മേൽ വ്യാപരിക്കുന്ന ദുഷ്ട പോരാട്ട അന്ധകാര ശക്തികൾ പോകട്ടെ എന്ന് പറഞ്ഞപ്പോൾ യോക്കുര്യന്റെ ശക്തിയല്ല അവിടെ വന്നത്, ചർച്ച് ഓഫ് ഗോഡിന്റെ ശക്തിയല്ല അവിടെ വന്നത്. ഹല്ലേലൂയ. എങ്കിലും ഈ അത്യന്ത ശക്തി ഈ മൺകൂടാരങ്ങൾ പാർന്നിരിക്കുന്നതിനാൽ ഞാൻ ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഞാനും നിങ്ങളും അറിയാത്ത ഒരു ശക്തി നമ്മിൽ കർത്താവ് നൽകിയിട്ടുണ്ട്. ആ ശക്തിക്കായി ദൈവത്തിന് സ്തോത്രം. ആ ശക്തി ലഭിച്ച ദൈവമക്കള് കരങ്ങൾ ഉയർത്തി കർത്താവിനെ ഒന്ന് വാഴ്ത്തിയാട്ടെ. Hallelujah. Praise the Lord. നിങ്ങളിൽ ഉള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനല്ലോ. എന്റെ വാക്കുകൾ അവസാനപ്പെട്ട് ഒരു കാര്യം കൂടെ പറഞ്ഞുകൊണ്ട്, ദൗത്യ നിർവഹണമുള്ള ദൈവസഭയെ ഈ തലമുറയിൽ ജീവനുള്ള സഭയായി നിങ്ങൾ മുൻപോട്ട് പോകണമെങ്കിൽ ഒരു കാര്യം കൂടെ ചെയ്യണം. നിങ്ങളെപ്പോലെ അല്ലാത്ത മനുഷ്യരെയും എംബ്രേസ് ചെയ്യുവാൻ, സ്വീകരിപ്പാൻ, ഉൾക്കൊള്ളുവാൻ നിങ്ങൾക്കൊരു മനസ്സുണ്ടായിരിക്കണം. തുള്ളിയും ചാടിയും കൊണ്ട് ഇവൻ പോയത് എങ്ങോട്ടെന്നറിയാമോ? ഓടയിലേക്കൊന്നും അല്ല പോയത്, അവൻ സിനിമാശാലയിലേക്കല്ല പോയത്, നേരെ ആലയത്തിലേക്ക് പോയി. 11-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നത്, ആക്സ് 3:11 വായിക്കുന്നത്, അവൻ പത്രോസിനോടും യോഹന്നാനോടും കൂടെ ചേർന്നു നിന്നു എന്നാണ് വായിക്കുന്നത്. ദൈവസഭയിലുള്ളൊരു പരാജയം പരസ്യമായി രഹസ്യമായി ഞാൻ എപ്പോഴും വിളിച്ചറിയിക്കുന്ന കാര്യമാണ്. അറിഞ്ഞോ അറിയാതെ നമുക്ക് പറ്റിയ ചില തെറ്റുകളുണ്ട്. ദൈവം നമ്മളോട് ക്ഷമിക്കട്ടെ.
ഹൃദയത്തിന്റെ മുറിവ് എനിക്ക് ഇന്നും ഉള്ളത്. നാം മറ്റ് ബന്ധുക്കോസുകാരെ പോലും മറ്റ് സമുദായക്കാരെ പോലും ആയിത്തീരരുത്. രക്ഷിക്കപ്പെട്ട് സ്നാനമേറ്റ് രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവത്തിന്റെ ജനം നിങ്ങളുടെ കളറല്ലാത്ത വേറെ കളറുള്ള വ്യക്തിയെ കാണുമ്പോൾ ആ വ്യക്തി എംബ്രേസ് ചെയ്യുമോ? നിങ്ങളെപ്പോലെ വസ്ത്രം ധരിക്കാത്ത ഒരാൾ വന്നാൽ ആളെ നിങ്ങളുടെ സഭയിൽ കൂട്ടിയിരുത്തുമോ? നിങ്ങൾ അത്രയും സൗന്ദര്യമില്ലാത്ത ഒരാൾ വന്നാൽ ആ വ്യക്തിയോട് നിങ്ങൾ സംസാരിക്കുമോ? ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കുമോ? ദൈവത്തിന്റെ ജനമേ, കുക്ക് സാഹിബിനെ കുറിച്ച് ഓർക്കുമ്പോൾ ഹൃദയം നന്ദി കൊണ്ട് നിറയുന്നു. ദളിതരെയും അവശരെയും വലിയവനെയും ചെറിയവനെയും പണക്കാരനെയും പാവപ്പെട്ടവനെയും എല്ലാവരും കൂടെ ഒന്നിച്ചു കൊണ്ടുവന്ന ഒരു മഹാനായ വ്യക്തിയായിരുന്നു കുക്ക് സാഹിബ്. അദ്ദേഹത്തിന്റെ പാരമ്പര്യം പറഞ്ഞു ഞാനും നിങ്ങളും വായില്ല. റീജിയൻ എന്ന പരിപാടി ഒരു ശാപമാണ്, അങ്ങനെ ഉണ്ടായിത്തീരരുത്. എന്റെ വലിയ അഭിലാഷമായിരുന്നു റീജിയനും സ്റ്റേറ്റും ഒന്നിച്ച് ആരാധിക്കുക എന്നുള്ളത്. കഴിഞ്ഞ 2-3 വർഷങ്ങൾക്ക് അങ്ങനെ സാധിച്ചു. ദൈവത്തിന് സ്തോത്രം. ഇനി ഇവന്റെ ആഗ്രഹം കർത്താവ് വരുന്നതിന് മുൻപ് അല്ലെങ്കിൽ ഞാൻ മരിക്കുന്നതിന് മുൻപ് ആഗ്രഹം ദൈവസഭ ഒരെണ്ണമേ പാടുള്ളൂ. സ്തോത്രം. നോ ഡിവിഷൻ, നോ റീജിയൻ. ഒറ്റ സഭയെ കേരളത്തിൽ ഉണ്ടായിരിക്കാവൂ. എളിയവനെയും ദരിദ്രനെയും അവശനെയും അവർണനെയും സവർണനെയും ഒന്നിച്ചു കാണുവാൻ എനിക്കും നിങ്ങൾക്കും കഴിയുന്നില്ലെങ്കിൽ നമ്മുടെ പുസ്തകം താത്തുവെക്കണം ദൈവജനമേ. പണക്കാരനെ മാത്രം ഉയർത്തുന്ന സഭയാകരുത് ദൈവസഭ. സവർണനെ മാത്രം ഉയർത്തുന്ന സഭയാകരുത് ദൈവസഭ. ഇതിനകത്ത് അവർണരും സവർണരും യോഗ്യതയുള്ളവരും ഇല്ലാത്തവരും രക്ഷിക്കപ്പെട്ടവരാണോ സ്നാനമേറ്റവരാണോ ആത്മാഭിഷേകം പ്രാപിച്ചവരാണോ ഒന്നിച്ചാരാധിക്കട്ടെ, ഒന്നിച്ചപ്പം നുറുക്കണം. ഞാൻ ആ സഭയുടെ പാസ്റ്ററായിട്ടിരിക്കാം. എനിക്ക് ആ സഭ തരൂ, ഞാൻ പാസ്റ്ററായിട്ടിരിക്കാം. ദൈവത്തിന് സ്തോത്രം. ഹൃദയത്തിന്റെ ഭാരം കൊണ്ട് പറയുകയാണ്, ദൈവസഭ ദൗത്യം ഏറ്റെടുത്ത സഭയാണ്. കുക്ക് സാഹിബ് ഈ രാജ്യത്ത് വന്ന് നമുക്കൊക്കെ പ്രചോദനം നൽകി, നല്ല മാതൃക നൽകി. 90-ാം വർഷമായ ഈ വർഷത്തിൽ നമുക്കിതിനെ തിരിഞ്ഞു നോക്കാം. നിന്റെ ജനം നിന്നിൽ ആനന്ദിക്കേണ്ടതിന് നീ ഞങ്ങളെ വീണ്ടും ജീവിപ്പിക്കണമേ, നീ ഞങ്ങളെ സന്ദർശിക്കണമേ. പണ്ടത്തെ പോലെ ഉമ്മച്ചായം പ്രാർത്ഥിച്ചതുപോലെ പണ്ടത്തെ പോലെ ഒരു നല്ല കാലം ഞങ്ങൾക്ക് തരണമേ എന്ന് ഇന്ന് രാത്രി എത്ര സഹോദരിമാർ എത്ര സഹോദരന്മാർ കർത്താവിന്റെ ദാസന്മാർ ഹൃദയം നൊന്ത് പറയും. പണ്ടത്തെ പോലെ കുക്ക് സാഹിബിന്റെ കാലത്തെ പോലെ അതല്ല, അപ്പസ്തോലിക കാലത്തെ പോലെ ഒരു നല്ല കാലം ഞങ്ങൾക്ക് തരണമേ എന്ന് എത്ര പേര് ഹൃദയം നൊന്ത് പ്രാർത്ഥിക്കും. എനിക്ക് സമയം തന്ന കർത്താവിന്റെ ദാസനും എന്റെ അധ്യക്ഷനും ദൈവസഭയ്ക്കും നന്ദി പറഞ്ഞുകൊണ്ട് എന്റെ വാക്കിൽ അവസാനിപ്പിക്കുന്ന ദൈവമായ കർത്താവ് നമ്മയെല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ.